അപ്പോഴേ ഇന്നൊരു ഗ്രോസറി ഡേ ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചയിലൊരിക്കലാണ് വീട്ടിൽ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കണത്. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് രണ്ടാഴ്ചയിലൊരിക്കലാണേ. പിന്നെ നേരത്തെ ഇങ്ങനെ കണക്ക് നോക്കിയിട്ടൊന്നും ഒന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കെല്ലാം കണക്ക് നോക്കി ചെയ്തേ പറ്റുള്ളൂ. എല്ലാത്തിനും നമ്മൾക്കൊരു അളവുണ്ടായിരിക്കണം, കണക്കുണ്ടായിരിക്കണം. എല്ലാം അങ്ങനെ നമ്മൾ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇനി അടുക്കി പെറുക്കി വെക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ എന്താ പറയുക, വീടിൻ്റെ ഷെൽഫ് മീൻസ് നമ്മൾ ഈ ഗ്രോസറിയൊക്കെ ഇട്ട് വെക്കുന്ന സാധനങ്ങൾ വെക്കാനായിട്ട് നമ്മളൊരു ഷെൽഫ് പണിയുമ്പോൾ അത്യാവശ്യം നീളത്തിലും അത്യാവശ്യം സ്പേസോട് കൂടിയും പണിയുക കേട്ടോ. ഇതിനകത്ത് കണ്ടോ, ഭയങ്കര ചെറുതാണ്. ചെറിയ ബോട്ടിൽസ് മാത്രമേ അതിനകത്തിരിക്കുകയുള്ളൂ. പിന്നെ ഉള്ളത് ഞാൻ അതിൻ്റെ മുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. പിന്നെ അത്യാവശ്യ സാധനങ്ങളുള്ളത് ഈ ചെറിയ കൗണ്ടർ ടോപ്പാണ്. ആ കൗണ്ടർ ടോപ്പിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അവിടെ തന്നെ വെക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. ഞാനിതെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി തന്നെ വെക്കും കേട്ടോ. തന്നെയല്ല എപ്പോഴും ഇങ്ങനെ വെള്ളം നനഞ്ഞ് കിടക്കുന്നത് അതൊന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എനിക്ക്. പക്ഷേ ഉണ്ടല്ലോ, ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നമ്മളിത് ചെയ്ത് എന്താ പറയുക, നമുക്കൊരു മടുപ്പ് തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓരോ സാധനങ്ങളും അത്രയും നീറ്റായിട്ടും ക്ലീനായിട്ടും വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹൈജീൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ നനഞ്ഞും അളിഞ്ഞും പൊളിഞ്ഞും ഒക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം നീറ്റാക്കി നോക്കി ഓരോന്ന് നോക്കി എടുത്ത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹൈജീൻ അലർജിയുള്ള ആളുകളൊക്കെ ഒന്ന് പറയണം കേട്ടോ. കാരണം ചില ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് പൊളിഞ്ഞ് അളിഞ്ഞ് കിടന്നാലൊക്കെ ശരിയാവുകയുള്ളൂ. ചില ആൾക്കാരത് വൃത്തിയാക്കാൻ മെനക്കെടാറില്ല. എന്തോ വലിയൊരു ജോലി പോലെയാണ് അതിനെ കാണുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അത് മടി കൊണ്ടാണോ അത് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല, ശരിക്കും അത് മടി തന്നെയാണ്. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ചെയ്തു പോവുക, അത്ര തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ആർക്കെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം.